ഹായ് വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇന്നത്തെ വീഡിയോ അഗ്ലോണിമ ചെടി ഇങ്ങനെ ഹെൽത്തി ആയിട്ടും ബുഷിയായിട്ടും ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു വളത്തിനെ പരിചയപ്പെടുത്താനാണ് കേട്ടോ. ഞാൻ എന്ത് വളമാണ് കൊടുക്കുന്നത് മുന്നത്തെ വീഡിയോയിലൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ പേരുടെ സംശയമാണ് ഞാൻ കൊടുക്കുന്നത് ചാണകവളമാണ്. അപ്പോൾ അത് കിട്ടാത്തവർക്ക് വേറെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ രാസവളങ്ങൾ വേണ്ടാന്ന് തന്നെയാണ് കേട്ടോ കുറേ പേരും പറയുന്നത്. ഞാനും രാസവളങ്ങളൊന്നും ചെടികൾക്ക് ഉപയോഗിക്കാറില്ല. അപ്പോൾ അവർക്കും ജൈവപരമായ രീതിയിൽ വേറെ എന്തെങ്കിലും വളം കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവുമെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സ്പെഷ്യലായിട്ട് ഈ വീഡിയോ. പിന്നെ അതാ ഞാൻ ചാണകവളം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഈ വീഡിയോ എടുത്ത്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊന്ന് കണ്ടു നോക്കുക. കാരണം അത്രയും റിസൾട്ട് കിട്ടുന്നൊരു വളമാണ് കേട്ടോ. വേറൊരു വളം നമ്മൾ ഈ ചെടികൾക്കൊന്നും കൊടുക്കണ്ട. പച്ച ചാണകം കിട്ടുമെങ്കിൽ അത് കലക്കിയിട്ട് ഞാൻ ആ ഡീറ്റെയിൽഡ് ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ഒന്ന് ഒഴിച്ചു നോക്കുക. അത്രയും കോൺഫിഡൻസായി പറയുന്നത് അത്രയും റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ എന്തായാലും ഇതന്നെ ഉപയോഗിക്കുക കേട്ടോ. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് എല്ലാ ചെടികൾക്കും ഈ ചാണകവളം ഉപയോഗിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ എൻ്റെ അടുത്തുള്ള എല്ലാ ചെടികൾക്കും ഞാൻ ഈ ഒരു വളം തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറ്. വേറെ ഒരു വളം തേടി പോകേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. കാരണം അത്രയും റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മളെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തും എല്ലാം. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒഴിക്കുന്ന സമയത്തായതുകൊണ്ടൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഈ കലാത്തിയേൻ്റെയൊക്കെ ലീഫുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടറിയാം ഞാനിത് മുന്നേ കൊടുത്ത വളത്തിൻ്റെ പാർട്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ ഇത് യൂസ് ചെയ്യുക. കണ്ടില്ലേ, നല്ലോണം ഗ്രോത്ത് ഉണ്ട്. കുറേ തൈകൾ ഒന്നിച്ച് വരുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ. ഈ ചാണകം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പ്ലാന്റ്സിനൊക്കെ ഇതേ അവസ്ഥയാണ് കേട്ടോ. നല്ല ബുഷിയായിട്ട് പെട്ടെന്ന് വന്നോളും. പ്ലാന്റ്സൊക്കെ ബുഷിയായിട്ട് വളരുമ്പോഴാണല്ലോ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വളം കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. പിന്നെ എല്ലാ പ്ലാന്റ്സുകൾക്കും ഉപയോഗിക്കാം. ഞാൻ എല്ലാ പ്ലാന്റ്സുകൾക്കും ഉപയോഗിക്കാറുണ്ട്. എനിക്കൊരു നെഗറ്റീവും വന്നിട്ടില്ല, പോസിറ്റീവ് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻസ് ആയി പറയുന്നത്. കിട്ടുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ചെടികൾക്ക് ആദ്യം പരീക്ഷിച്ച് നോക്കുക. അതിൻ്റെ ശേഷം നല്ല അഗ്ലോണിമ കലാത്തിയൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ ചെടികൾക്കൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. റിസൾട്ട് കിട്ടുമോ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക, പേടിയുള്ളവർ കേട്ടോ. ഈ ഒരു ചെടീൻ്റെ ഗ്രോത്ത് കണ്ടോ നിങ്ങൾ? ഇത് ഞാൻ ചാണകവളം ഉപയോഗിച്ചല്ല കേട്ടോ ഈ രീതിയിൽ വളർത്തിയെടുത്ത്. ഇതൊരു പരീക്ഷണത്തിന് വേണ്ടി ചെയ്ത് നോക്കിയത് തന്നെയാണ്. നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇലയാണ് ഈ ഒരു ചെടീൻ്റെ മെയിൻ വളം. ഇത് ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് ശീമക്കൊന്ന എന്നാണ് കേട്ടോ പറയുന്നത്. അടിപൊളി ഒരു വളമാണ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മണ്ണായിട്ട് സെറ്റ് ആയിക്കോളും. പെട്ടെന്ന് ചീഞ്ഞത് വളമായിട്ട് നമ്മുടെ മണ്ണിൽ പെട്ടെന്ന് യോജിക്കും. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലീഫ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പോട്ടിംഗ് മിക്സൊക്കെ നല്ല ലൂസായിട്ടുമാണ് നിൽക്കുന്നത്. അപ്പോൾ അധികം ഒന്ന് ടൈറ്റ് ആവാതിരിക്കാനും ഈ ഒരു ലീഫ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ ടൈറ്റ് ആവാണ്ട് നിന്നാലേ നമുക്ക് കൂടുതൽ ഷൂട്ട്സൊക്കെ ഒന്നിച്ച് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ കൊടുത്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ കവറിലാണ് കേട്ടോ ഈ ചെടി വളർത്തിയത്. ഇതിപ്പോൾ ഒരു 2 പ്രാവശ്യം ഞാൻ കവർ മാറ്റിയ ചെടിയാണ്. അതായത് ആദ്യം നമ്മൾ ചെറിയൊരു കവറിലാണല്ലോ ചെടികൾ നട്ട് വെക്കുക. എല്ലാ പ്രാവശ്യവും നമ്മൾ ചെടികൾ നട്ട് വെക്കുമ്പോൾ ചെറിയ കവറിലോ പോട്ടിലോ മാത്രമേ വെക്കാവൂ കേട്ടോ. കാരണം അങ്ങനെ റൂട്ട് സെറ്റായതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ പോട്ടൊക്കെ മാറ്റി കൊടുക്കാവൂ. വലിയ സൈസുള്ള പോട്ടിൽ ആദ്യം തന്നെ ഒരു ചെറിയ ചെടി കൊണ്ട് നടരുതേ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ വളം കൊടുത്തതല്ല. ആദ്യം നമ്മൾ പോട്ടിൽ ജസ്റ്റ് ഒന്ന് വെച്ച് അതിനൊരു റൂട്ട് സെറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്തിട്ടോ. അതിൻ്റെ ശേഷമാണ് നമ്മൾ സെക്കൻഡ് പോട്ടിലേക്ക് മാറ്റി. ഈ സെക്കൻഡ് പോട്ടിലേക്ക് മാറ്റുന്ന സമയത്ത് ഞാൻ ഈ വളം കൊടുത്തു കേട്ടോ. വളം കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ. ഇതിപ്പോൾ ഞാൻ 3ാമത്തെ പോട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളം വെക്കുന്ന രീതിയായിട്ടോ കാണിക്കുന്നത്. ഇതേ രീതി തന്നെയാണ് സെക്കൻഡിൽ നമ്മൾ ചെയ്ത്. പോട്ടിൻ്റെ അടിഭാഗത്ത് കംപ്ലീറ്റ് ഈ ലീഫ് ഇങ്ങനെ എടുത്തിട്ടോ. കുറച്ച് തോനെ തന്നെ ഇട്ടുണ്ടേ, കാരണം അത് പെട്ടെന്ന് സെറ്റ് ആയിക്കോളും. ആ രീതിയിൽ ഇട്ടതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ മേലെയാണ് നമ്മൾ ആ പോട്ടിൽ നിന്ന് എടുക്കുന്ന ചെടി അതേപോലെ വെക്കുക. അതായത് മണ്ണൊന്നും ഒഴിവാക്കണ്ട കേട്ടോ. കവറിലോ പോട്ടിലോ എന്തിലാച്ചാലും ആ ചെടി ഒന്നിച്ച് പൊക്കിയെടുക്കുക. അതേ രീതിയിൽ ആ പോട്ടിലേക്ക് ഇറക്കി വെക്കുക, ആ മണ്ണോട് കൂടിയിട്ട് തീരെ നഷ്ടപ്പെടാത്ത രീതിയിൽ കേട്ടോ. കാരണം ആ ലീഫിൻ്റെ മേലെ കുറച്ച് മണ്ണൊക്കെ വരണം.
എന്നാലേ ആ പോട്ടിൽ പെട്ടെന്ന് അത് മണ്ണായിട്ട് സെറ്റ് ആവുള്ളൂ കേട്ടോ. ഇതാ ഈ രീതിയിൽ തന്നെ ഒന്ന് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇതിപ്പോൾ ഇതാ നല്ലോണം റൂട്ടൊക്കെ വന്നൊരു പ്ലാന്റാണേ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഏതൊരു പ്ലാന്റ് നടുമ്പം ആ ചട്ടീൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രമേ പ്ലാന്റിൻ്റെ ആ ഒരു മണ്ണിൻ്റെ ഹൈറ്റ് വരാവൂ കേട്ടോ. അതിൻ്റെ മേലേക്ക് നമ്മൾ ബാക്കി കൊടുക്കുന്ന വളത്തിനൊക്കെ നിൽക്കാനുള്ളൊരു സ്പേസായിട്ട് നമ്മൾ ഗ്യാപ്പ് ഇടണേ. പിന്നെ അതാ അതിൻ്റെ ശേഷം ഈ ഗ്യാപ്പിലൊക്കെ നമ്മൾ ഈ ഒരു ലീഫ് വെച്ചിട്ട് കുറേ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ലീഫ് പെട്ടെന്ന് സെറ്റ് ആയിക്കോളും മണ്ണായിട്ട്, അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. ആ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുത്തൊരു ചെടിയാണ് കേട്ടോ അത്. പിന്നെ വേറെ രീതിയും കൂടെ ചെയ്യാം, ഈ ഒരു ലീഫ് വെള്ളമാക്കി എടുക്കുക കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. അടപ്പുള്ളൊരു പോട്ട് എടുക്കുക, നല്ല ടൈറ്റാക്കി അടച്ച് വെക്കാൻ പറ്റിയ. എന്നിട്ട് ആ പോട്ടിലേക്ക് ഇതുപോലെ ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ കുറച്ചധികം തന്നെ അടർത്തിയിടുക കേട്ടോ. മാക്സിമം ലീഫ് കിട്ടുമെങ്കിൽ അത്രയും അടർത്തിയിടുക. അതിൻ്റെ ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ഒഴിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം, മാക്സിമം ഒരു കപ്പിന് ഒരു 5 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് നേർപ്പിച്ചിട്ട് മാത്രമേ ഒഴിക്കാവൂ കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുന്ന വളത്തിന് കുറച്ച് സ്ട്രോങ് ഉണ്ടാവും, അതുകൊണ്ടാണ്. ഇങ്ങനെ ലീഫ് ഇട്ടതിന് ശേഷം ഈ ലീഫിൻ്റെ മേൽഭാഗം, അതായത് ലീഫ് മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ടൈറ്റാക്കിയിട്ട് അടച്ച് വെക്കണം കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ബക്കറ്റിൽ കാണിക്കുന്നതേ ഉള്ളൂ. ചെറിയ കുപ്പിയോ അങ്ങനത്തെ എന്തെങ്കിലും പാത്രങ്ങൾ എടുത്തിട്ട് നല്ല ടൈറ്റാക്കിയിട്ട് അടച്ച് വെക്കുക. ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ അത് നന്നായിട്ട് സെറ്റാവും കേട്ടോ. ഇനി ചാണകം നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇത്തിരി ചാണകം കൂടെ ചേർത്താണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഡബിൾ പവർ കിട്ടും, നല്ല വളമായിട്ട് പെട്ടെന്ന് സെറ്റാവും. ചാണകം കൂടെ ചെല്ലുമ്പോൾ ഒന്നും കൂടെ ഈ ഇല പെട്ടെന്ന് ചീഞ്ഞു കിട്ടും കേട്ടോ. അങ്ങനെ ഉള്ളവർ ചെയ്താൽ മതി. ഞാനിത് ജസ്റ്റ് രണ്ടും കാണിക്കുന്നതെന്നേ ഉള്ളൂ, ഒന്നിച്ച് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഉള്ളവർ മാത്രം അങ്ങനെ ചെയ്യുക, അല്ലാത്തൊരു ലീഫ് മാത്രം വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നേർപ്പിച്ചിട്ട് മാത്രമേ ചെടികൾക്ക് ഒഴിക്കാവൂ. പിന്നെ എന്ത് വളം നമ്മൾ കൊടുക്കുന്ന സമയത്ത് ചെടികളുടെ തണ്ടിനോട് ചേർത്ത് ഒഴിക്കേണ്ട കേട്ടോ. അത് ഗുണത്തിനേക്കാളേറെ ദോഷമേ ചെയ്യുള്ളൂ. ചില ചെടികൾക്കൊക്കെ ചില വളങ്ങൾ പറ്റാണ്ടിരുന്നാൽ ഒന്നിച്ച് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മളൊരു ഗ്യാപ്പ് ഇട്ട് ഒഴിക്കുന്ന സമയത്ത് റൂട്ടിന് മാത്രമേ കേടുവരുള്ളൂ. നമുക്ക് അതിന് എന്തെങ്കിലും ക്ഷീണം പറ്റുകയാണെങ്കിൽ ചെടി മൊത്തത്തിലെടുത്ത് നമുക്ക് മാറ്റി നട്ടൊക്കെ സേഫ് ആക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഡയറക്റ്റ് നമ്മൾ തണ്ടോട് ചേർത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടി ഒന്നിച്ച് ചീഞ്ഞു പോവേ. അപ്പോൾ നമ്മൾ എന്ത് വളവും കൊടുക്കുന്ന സമയത്ത് ആ രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പരീക്ഷിക്കാൻ പറ്റുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.